ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് വിവോ ഫോണിൽ വന്ന ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റിനെ കുറിച്ചാണ്. ആൻഡ്രോയിഡ് 10ൻ്റെ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. കൂടെ ഫൺടച്ച് OS 10ഉം കൂടെ ഒരുമിച്ചാണ് അപ്ഡേറ്റ് ആവുന്നത്. ഇത് ഞാൻ യൂസ് ചെയ്യുന്നത് വിവോ v15 Pro ആണ്. ഇതിൽ അപ്ഡേറ്റ് വന്നിരിക്കുന്നത് 3.56 GB ആണ് അപ്ഡേറ്റ് വന്നിരിക്കുന്നത്. ഇത് ഞാനിപ്പോൾ ഇവിടെ അപ്ഡേറ്റ് ചെയ്യാൻ ഇട്ടിട്ടുണ്ട്. ഏകദേശം ഒരു 67% ആയിട്ടുണ്ട്, ഡൗൺലോഡിങ് ആയിട്ടുണ്ട്. ബാക്കി കൂടെ അത് ഡൗൺലോഡിങ് കംപ്ലീറ്റ് ആയിട്ട് അത് ഇൻസ്റ്റാൾ ചെയ്ത ശേഷം അതിൻ്റെ കംപ്ലീറ്റ് ഫീച്ചേഴ്സ്, എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നെല്ലാം കാണിച്ചു തരാം. ഇത് 3.56 GB ഉള്ളത് കൊണ്ട് കുറേ സമയമെടുക്കും അത് ഡൗൺലോഡ് ആവാൻ. നെറ്റിൻ്റെ സ്പീഡ് അനുസരിച്ചിരിക്കും. ഇനി എനിക്കൊരു ഏകദേശം ഒരു അരമണിക്കൂർ കൊണ്ട് ഡൗൺലോഡ് ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഡൗൺലോഡ് ആയ ശേഷം ഞാൻ അതിൻ്റെ ഫുൾ ഫീച്ചേഴ്സ് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിനു മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ മൊബൈൽ ഇവിടെ ആൻഡ്രോയിഡ് 10ലേക്കും അതുപോലെ തന്നെ ഫൺടച്ച് OS 10ലേക്കും അപ്ഡേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ എന്തൊക്കെ മാറ്റങ്ങൾ വന്ന് നോക്കാം. ആദ്യമേ തന്നെ ഈ കൺട്രോൾ പാനലിൽ ചെറിയൊരു മാറ്റമുണ്ട്. മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ആയിരുന്നു നേരത്തെ. ഇവിടെ ഇങ്ങനെ ബ്രൈറ്റ്നസ്സും മീഡിയ വോളിയം ഉണ്ട്. അപ്പോൾ ഈ ബ്രൈറ്റ്നസ്സിൽ ക്ലിക്ക് ചെയ്ത് പ്രസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ ഇതിങ്ങനെ വലുതായിട്ട് വന്നിട്ട് ഓട്ടോമാറ്റിക് ബ്രൈറ്റ്നസ് കൺട്രോളും ഡാർക്ക് മോഡും ഇത് ഇവിടെ വെച്ച് തന്നെ നമുക്ക് ഡിസേബിളും എനേബിളും ചെയ്യാം. അതുപോലെ തന്നെ ഇങ്ങനെ മാനുവലായിട്ട് ഈ ഒരു വലിപ്പത്തിൽ ഇങ്ങനെ വന്നിട്ട് ഇവിടെ കൂട്ടാനും കുറയ്ക്കാനും ചെയ്യാം. അതുപോലെ തന്നെ സെയിം ഇതും അതുപോലെ തന്നെ ചെയ്യാൻ പറ്റും. മീഡിയ വോളിയമാണിത്. ഓക്കെ, ഇതാണ് ഒരു മാറ്റം വന്നിരിക്കുന്നത്. അടുത്ത ഒരു മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നേരെ സെറ്റിങ്സിലേക്ക് പോകുമ്പോഴത്തേക്ക് ഇവിടെ ഡൈനാമിക് എഫക്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതായത് ഈ ഡൈനാമിക് ലൈറ്റ് എഫക്റ്റ് സെലക്ട് ചെയ്യുക. ഇതിനകത്തിൽ ഓൺ സ്ക്രീൻ ഡിസ്പ്ലേ ഇത് ഓൺ ആക്കുക. ഇത് ഇൻകമിങ് കോളുണ്ട്, നോട്ടിഫിക്കേഷനുണ്ട്. ഈ രണ്ട് ഓപ്ഷനാണ് വരുന്നത്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻകമിങ് കോളിൻ്റെ ഇതിൽ നമുക്ക് നോക്കാം. ഇതിനകത്തിൽ ഒരുപാട് കളറുണ്ട്. അതായത് ഈ ഒരു സൈഡിൽ വരുന്നതാണ്, ഈ വെട്ടം കാണുന്നതാണ് ഡൈനാമിക് എഫക്റ്റ് എന്ന് പറയുന്നത്. കണ്ടില്ലേ, ഈ സൈഡിലും താഴെയായിട്ട് വരുന്നത്. ഇത് നമുക്കിവിടെ ഒരുപാട് എഫക്റ്റ് ഉണ്ട്. ഒരു 5-6 എഫക്റ്റ് കിടപ്പുണ്ട്. ആ എഫക്റ്റ് അനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ള നമുക്ക് എഫക്റ്റ് മാറ്റിയിടാം. അതുപോലെ തന്നെ ഇവിടെ കളറുണ്ട്. ഇവിടെ കളറ് നമുക്ക് മാറ്റിയിടാം. കളർ നമുക്ക് കസ്റ്റം കളർ നമുക്ക് തന്നെ സെലക്ട് ചെയ്യാം. നമുക്ക് തന്നെ ഇഷ്ടമുള്ള കളറാക്കാം. അതുകൂടാതെ നമുക്ക് ഇവിടെ സിംഗിൾ കളർ വേണമെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ നീക്കി കൊടുത്തു കഴിഞ്ഞാൽ സിംഗിൾ കളറാവും. ഇതേ കണ്ടില്ലേ, നമുക്ക് ഇഷ്ടമുള്ള കളർ ഇവിടെ നിന്ന് ചേഞ്ച് ചെയ്യാം. അതുകൂടെ തന്നെ ട്രാൻസ്പെറൻറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ വെട്ടത്തിൻ്റെ ഒരു ഇത് ട്രാൻസ്പെറൻറ്റ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ വിഡ്ത്ത് ഉണ്ട്. വിഡ്ത്ത് കൂട്ടിയിട്ടാൽ ഈ ഒരു ഡൈനാമിക് എഫക്റ്റ് ലൈറ്റ് സ്ക്രീൻ ഫുള്ളായിട്ട് കുറച്ചുകൂടെ കയറും. അതായത് എഡ്ജിന് കുറച്ചുകൂടെ ഇത് വ്യത്യാസം വരും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻകമിങ് കോൾ വരുന്ന സമയത്ത് ഈ ഒരു കളറ് നമുക്ക് ഇഷ്ടമുള്ള കൊടുത്തു കഴിഞ്ഞാൽ ഏത് കളർ വേണം നമുക്ക് തീരുമാനിക്കാം. ആ കളറിൽ തന്നെ ലൈറ്റിങ്ങിനെ ഷോ ചെയ്തുകൊണ്ടിരിക്കും. അതാണ് ഇൻകമിങ് കോൾ ലൈറ്റ് എഫക്റ്റ് വരുന്നത്. ഇനി ഇത് തന്നെ നമുക്ക് ഏത് ടൈമിലൊക്കെയാണ് ഇത് വർക്ക് ആവേണ്ടതെന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. സ്റ്റാർട്ട് ടൈം ഉണ്ട്, എൻഡ് ടൈം ഉണ്ട്. ഇവിടെ ഡീഫാൾട്ടായിട്ട് കിടക്കുന്നത് 6 AM മുതൽ 12 AM വരെയാണ്. നമുക്കത് മാറ്റി കൊടുക്കാം. ഇവിടുന്ന് വേണമെങ്കിൽ ഇത് ക്ലിക്ക് ചെയ്താൽ നമുക്കിവിടുന്ന് മാറ്റാം. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്താൽ മതി. പിന്നെ നോട്ടിഫിക്കേഷൻ ഉണ്ട്. നോട്ടിഫിക്കേഷൻ അതായത് ആപ്ലിക്കേഷന് വരുന്ന മെസ്സേജ്, ആപ്ലിക്കേഷന് വരുന്ന നോട്ടിഫിക്കേഷൻ, നമുക്ക് എന്ത് നോട്ടിഫിക്കേഷൻ വന്നാലും ആ ഒരു ആപ്ലിക്കേഷൻ ഇവിടെ സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. ഈ ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് നോട്ടിഫിക്കേഷനാണ് ഇത് എനേബിൾ ചെയ്യേണ്ടതെന്നുള്ള ഇവിടുന്ന് ചെയ്യാനായിട്ട് പറ്റും. ഇൻ കേസ് എല്ലാ ആപ്ലിക്കേഷനും ഇത് ഓൺ ആക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ആപ്ലിക്കേഷനും ഈ ലൈറ്റ് എഫക്റ്റ് വരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ ആപ്ലിക്കേഷന് ഏതൊക്കെ ലൈറ്റ് എഫക്റ്റ് വേണമെന്നുള്ള കളറും നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ കോളിൻ്റെ നമ്മൾ ചെയ്യാൻ കാണിച്ചു തന്നല്ലോ. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഇതിനും
ചെയ്യാൻ പറ്റും. ഇതുപോലെ എഫക്റ്റ് ഉണ്ട്, അതുപോലെ കളറുണ്ട്. അത് നേരത്തെ കാണിച്ചതിൻ്റെ കൂട്ട് തന്നെ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മളിത് ഓൺ ചെയ്തിട്ടിട്ട് ഏതൊക്കെ ആപ്ലിക്കേഷനാണെന്ന് സെലക്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ ആ ആപ്ലിക്കേഷൻ്റെ വരുമ്പോഴത്തേക്ക്, അതായത് ആ ആപ്ലിക്കേഷൻ നമുക്ക് മെസ്സേജ് വരുമോ, ഇനി മിസ് കോൾ വരുമോ, അപ്പോൾ നമുക്ക് അത് ഇവിടെ ഏത് കളറിലുള്ള ലൈറ്റാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അത് പിന്നെ സൈഡിൽ ഇങ്ങനെ ലൈറ്റും കൂടെ വരും. അത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. അടുത്ത ഒരു അപ്ഡേറ്റ് നമുക്ക് നോക്കാം. ഇതിനകത്ത് ഈ ആനിമേഷനുണ്ട്. ഇത് USB ആനിമേഷനാണ്. ഇതിനകത്തിൽ എനിക്ക് തോന്നുന്നു ഒരു ഇതും കൂടെ ആഡായിട്ടുണ്ടെന്ന് തോന്നുന്നു. നേരത്തെ ഒരു സിംഗിൾ ഇതേ ഉള്ളായിരുന്നു, അത് വന്നിട്ടുണ്ട്. പിന്നെ ചാർജിങ് ആനിമേഷനുണ്ട്. ചാർജിങ് ആനിമേഷനിൽ ഒരു 2 എഫക്റ്റ് കൂടെ വന്നിട്ടുണ്ട്. പിന്നെ ഫേഷ്യൽ ആനിമേഷനിൽ ഒരു 2-3 എഫക്റ്റ് കൂടെ വെറൈറ്റി ആയിട്ട് വന്നിട്ടുണ്ട്. നേരത്തെ എനിക്ക് തോന്നുന്നു ഈ ഒരു എഫക്റ്റ് മാത്രമേ ഉള്ളായിരുന്നു, ഇപ്പോൾ 2 എഫക്റ്റും കൂടെ വന്നിട്ടുണ്ട്. ഫിംഗർ പ്രിൻ്റ് ആനിമേഷനുണ്ട്. ഇവിടെ ഇതുപോലെ നമുക്ക് ഒരു 2-3 എഫക്റ്റും കൂടെ എക്സ്ട്രാ ആഡായിട്ട് വന്നിട്ടുണ്ട്. നമുക്കത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇവിടെ സെലക്ട് ചെയ്ത് നോക്കാം. ഞാനിത് കാണിച്ചു തരുന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്കിനിയും അൺലോക്ക് എൻ്റർ ഹോം സ്ക്രീൻ ആനിമേഷൻ ഇതുണ്ട്. ഈ ഒരു എഫക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിപ്പോൾ ഇടുകയാണെന്നുണ്ട്, ഇതിപ്പം നോ ഡൈനാമിക് എഫക്റ്റാണ് സെലക്ട് ആക്കി കിടക്കുന്നത്. നമ്മൾ ഫോൺ ലോക്ക് ആക്കിയിട്ട് വീണ്ടും അൺലോക്ക് ചെയ്യുന്ന സമയത്ത് ആപ്ലിക്കേഷൻ ഏത് രീതിയിൽ വരണം എന്നുള്ളതാണ് കാണിക്കുന്നത്. ഇതിപ്പം ഇതെങ്ങനെയാണല്ലേ, നമ്മൾ ലോക്ക് ആക്കിയിട്ട് ഫോൺ അൺലോക്ക് ആക്കുമ്പോൾ ആപ്ലിക്കേഷൻ ഇങ്ങനെ ആയിരിക്കും പെട്ടെന്ന് ഷോ ആവുന്നത്, കണ്ടില്ലേ? ഇതിപ്പോൾ ഞാൻ ഇത് ഒന്ന് സെലക്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇതിപ്പോൾ അപ്ലൈ കൊടുത്തു. ഓക്കെ, എങ്ങനെ നമ്മൾ ബാക്ക് പോകുന്നു, ഫോൺ ലോക്കാക്കുന്നു, ഫോൺ അൺലോക്ക് ആക്കിയിട്ട് കണ്ടില്ലേ, ഇപ്പോൾ ആപ്ലിക്കേഷൻ വന്നത് കണ്ടോ? ഇത് ഇങ്ങനെ വരുമെന്നാണ് ആ ഒരു ആപ്ലിക്കേഷനകത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വരും. അപ്പോൾ ഞാനിത് ഡിഫോൾട്ടായിട്ട് തന്നെ ഇടുകയാണ്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് സെറ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പം ഇതിൽ ഇത്രയേ ഉള്ളൂ. ഇനിയും വന്നിട്ടുള്ളത് നമുക്ക് അടുത്ത നോക്കാം എന്താ ഇവിടെ മാറ്റം വന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, അപ്പം അടുത്ത ഒരു മാറ്റം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഡാർക്ക് മോഡ് എന്ന് പറഞ്ഞ ഓപ്ഷനുണ്ട്. അപ്പം നമ്മൾ ഡാർക്ക് മോഡിൽ നമ്മൾ ഡിസ്പ്ലേ ആൻഡ് ബ്രൈറ്റ്നസ് സെറ്റിങ്സിൽ വന്നിട്ട് ഡിസ്പ്ലേ ആൻഡ് ബ്രൈറ്റ്നസ് സെലക്ട് ചെയ്താൽ ഒരു ഡാർക്ക് മോഡുണ്ട്. ഇപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്താൽ നേരത്തെ ഡാർക്ക് മോഡ് ഓൺ ഓഫ് ചെയ്യാനുള്ളൊരു ഓപ്ഷനേ ഉള്ളായിരുന്നുള്ളൂ, അല്ലെങ്കിൽ ഷെഡ്യൂൾ ചെയ്യാനുള്ളൊരു ഓപ്ഷനേ ഉള്ളായിരുന്നുള്ളൂ. ഇപ്പോൾ അത് ലൈറ്റർ ഡാർക്കർ ഇങ്ങനൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. നമുക്ക് കൂട്ടിയിട്ട് കഴിഞ്ഞാൽ എത്രത്തോളം ഡാർക്ക് വേണം, എത്രത്തോളം ഡാർക്ക്നെസ് കുറഞ്ഞിരിക്കണം, കൂടിയിരിക്കണം എങ്കിൽ നമുക്ക് ഇവിടെ തന്നെ നമുക്ക് ഇത് സെറ്റ് ചെയ്യാം. ഇതൊരു മാറ്റമാണ് ആൻഡ്രോയിഡ് 10 അപ്ഡേറ്റ് വന്നപ്പോൾ. ഓക്കെ, അടുത്തൊരു മാറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നോട്ടിഫിക്കേഷൻ പാനലാണ്. ഈ നോട്ടിഫിക്കേഷൻ പാനൽ നമുക്ക് മുകളിൽ നിന്ന് വേണമെങ്കിൽ ഇങ്ങനെ എടുക്കുമ്പോൾ അത് സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഞാനത് കാണിച്ചു തരാം. ആദ്യം നമുക്കിവിടെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക, നേരെ അത് സിസ്റ്റം നാവിഗേഷൻ ഓപ്പൺ ചെയ്യുക, സിസ്റ്റം നാവിഗേഷൻ, എന്നിട്ട് ഇവിടെ ഈ രണ്ടാമത്തെ ഓപ്ഷൻ ഇവിടെ ടിക്ക് മാർക്ക് എനേബിൾ ചെയ്യുക. എങ്കിൽ അത് കഴിഞ്ഞ ശേഷം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മുകളിൽ നിന്ന് എടുക്കുമ്പോൾ ഈ നോട്ടിഫിക്കേഷൻ ബാർ വരുന്നതാണ്. മുകളിൽ റൈറ്റ് സൈഡിൽ മുകളിൽ നിന്ന് ഇങ്ങനെ താഴേക്ക് നീക്കുമ്പോൾ ഈ നോട്ടിഫിക്കേഷൻ ബാർ വരും. ലെഫ്റ്റിൽ നിന്ന് മുകളിലേക്ക് ഇങ്ങനെ നീക്കുമ്പോൾ നമുക്ക് മെസ്സേജ് കോളൊക്കെ വന്ന നോട്ടിഫിക്കേഷൻ പാനൽ ഇവിടെ ഓപ്പൺ ആവും. അങ്ങനെ രണ്ടായിട്ട് നമുക്കിവിടെ സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ നേരെ ഹോം സ്ക്രീനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും. നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒന്നും കിട്ടില്ല. ഇതെങ്ങനെയാണ് വരുന്നത്, മുകളിൽ നിന്ന് ഇതാക്കിയേ കിട്ടുള്ളൂ. ഇത് നമുക്ക് സിസ്റ്റം നാവിഗേഷനിലാണ് എനേബിൾ ചെയ്യുന്നത്. ഈ ഓപ്ഷനാണ്. ഇത് മാറ്റണമെങ്കിൽ നമുക്കിവിടെ തിരിച്ച് മറിച്ച് നോക്കാനായിട്ട് പറ്റും. ഫ്രണ്ട്സ്, അപ്പോൾ ഡൈനാമിക് എഫക്റ്റ് എങ്ങനെ വർക്ക് ചെയ്യുന്നു എങ്ങനെയുള്ളത് ഞാൻ കാണിച്ചു തരാം. അതിനായി സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക,
അതിനുശേഷം ഡൈനാമിക് എഫക്റ്റ് സെലക്ട് ചെയ്യുക. ഓക്കെ, ആംബിയൻ്റ് ലൈറ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഈ രണ്ടാമത്തെ ഇത് ഓൺ ചെയ്ത് കൊടുക്കുക. ഓൺ സ്ക്രീൻ ഡിസ്പ്ലേ ഓൺ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ നോട്ടിഫിക്കേഷൻ ഇവിടെ ഓൺ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ. പിന്നെ ഏത് ആപ്ലിക്കേഷനാണ് വേണ്ടിയെന്നുള്ള ഇവിടെ സെലക്ട് ചെയ്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ വാട്സപ്പിലാണ് മെസ്സേജ് അയച്ച് കാണിക്കുന്നത്. അപ്പോൾ വാട്സപ്പ് ഇവിടെ ഓൾറെഡി ഇവിടെ എനേബിൾഡ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിവിടെ ഇരിക്കട്ടെ. അപ്പം ഞാൻ വേറൊരു ഫോണിൽ നിന്ന് ഇങ്ങോട്ട് SMS അയച്ച് കാണിക്കാം, നോട്ടിഫിക്കേഷൻ വരുന്നത്. ഇതാ ഞാനിവിടെ ഈ ഫോണിൽ നിന്ന് ഇങ്ങോട്ട് മെസ്സേജ് അയക്കുകയാണ്. കണ്ടില്ലേ? ഇതിപ്പം ഈ കളറ് ഇവിടെ വരുന്ന കളർ ഇവിടെ നമുക്ക് മാറ്റിയിടാം. ഇങ്ങനെ ഈ മെസ്സേജ് അയക്കുന്നതനുസരിച്ച് ഇവിടെ ഇങ്ങനെ നോട്ടിഫിക്കേഷൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ ഇൻകമിംഗ് കോൾ വരുമ്പോൾ നമുക്കിവിടെ വിളിക്കുന്ന ആളുടെ പേര് ഇവിടെ കാണിക്കും. ഇവിടെ വിളിക്കുന്ന ആളുടെ പേര് ഇവിടെ കാണിച്ചുകൊണ്ട് ഇവിടെ ഇങ്ങനെ ലൈറ്റും ഇത് വരുന്നതാണ്. ഇതിൻ്റെ ലൈറ്റ് നമുക്കിപ്പോൾ സെറ്റായി കിടക്കുന്നത് നോട്ടിഫിക്കേഷൻ അല്ലേ, ഇതാണ് ഈ എഫക്റ്റാണ് ഇവിടെ കിടക്കുന്നത്. അതിന് ഓരോ എഫക്റ്റ് എല്ലാം മാറ്റിയിടാം. ഓക്കെ, അപ്പം അതുപോലെ നിങ്ങൾക്ക് സെറ്റ് ചെയ്താൽ മതി. നോട്ടിഫിക്കേഷൻ ഓരോ ആപ്ലിക്കേഷൻ അനുസരിച്ച് നമുക്കത് ഓരോ ആപ്ലിക്കേഷന് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ലൈറ്റ് ഇതുപോലെ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം. വീഡിയോ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള ടെക്നോളജിപരമായ വീഡിയോ കാണുന്നതിന് വേണ്ടി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ.